ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ക്വിസ് ആൻഡ് ഗസ്. ഇന്ന് നമുക്ക് ബേസിക് സയൻസിലെ USS മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. എല്ലാവരും റെഡിയല്ലേ? തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഓപ്ഷൻസ്: സിട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, മാലിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഓക്സാലിക് ആസിഡ്. തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ്: വേപ്പെണ്ണ എമൽഷൻ ജൈവ കീടനാശിനി, ട്രൈക്കോഗ്രാമ യാന്ത്രിക നിയന്ത്രണം, പുരടാൻ രാസകീടനാശിനി. എല്ലാം ശരിയാണ്. ശരിയായ ഉത്തരം ട്രൈക്കോഗ്രാമ യാന്ത്രിക നിയന്ത്രണം. എയ്ഡ്സ് തിരിച്ചറിയാനുള്ള ടെസ്റ്റ്. ഓപ്ഷൻസ്: ബയോപ്സി ടെസ്റ്റ്, ആൻജിയോപ്ലാസ്റ്റി, എലിസ ടെസ്റ്റ്, സിഗ ടെസ്റ്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, എലിസ ടെസ്റ്റ്. PSLVയുടെ പൂർണ്ണരൂപം. ഓപ്ഷൻസ്: പോളാർ സർവീസ് ലോഞ്ചിങ് വെസൽ, പോളാർ സാറ്റേൺ ലോഞ്ചിങ് വെഹിക്കിൾ, പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ, പബ്ലിക് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. ശരിയായ ഉത്തരം പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. തുകൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ്. ഓപ്ഷൻസ്: സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ടാനിക് ആസിഡ്, കാർബോണിക് ആസിഡ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ടാനിക് ആസിഡ്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻസ്: ബേസിന്റെ പ്രകൃതിദത്ത സൂചകമാണ് മഞ്ഞൾ, ആസിഡിന്റെ സൂചകമാണ് മീഥൈൽ ഓറഞ്ച്, ബേസിന്റെ സൂചകമാണ് ഫിനോഫ്തലിൻ. എല്ലാം ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓപ്ഷൻസ്: ഓഗസ്റ്റ് 25, സെപ്റ്റംബർ 23, ഓഗസ്റ്റ് 23, സെപ്റ്റംബർ 25. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഓഗസ്റ്റ് 23. പേപ്പർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസ്. ഓപ്ഷൻസ്: കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സോഡിയം ഹൈഡ്രോക്സൈഡ്. തേനീച്ച വളർത്തൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ്: എപ്പികൾച്ചർ, പിസികൾച്ചർ, ക്യൂണികൾച്ചർ, സെറികൾച്ചർ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, എപ്പികൾച്ചർ. പട്ടുനൂൽ പുഴു വളർത്തൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: സിൽവികൾച്ചർ, എപ്പികൾച്ചർ, ഫ്ലോറികൾച്ചർ, സെറികൾച്ചർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സെറികൾച്ചർ. 2024 കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻസ്: CD രവീന്ദ്രൻ നായർ, കെ ബിന്ദു, എ ലത, ശ്രാവന്തിക SP. ശരിയായ ഉത്തരം CD രവീന്ദ്രൻ നായർ. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. ഓപ്ഷൻസ്: വനമണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, എക്കൽ മണ്ണ്, ചെമ്മണ്ണ്. ശരിയായ ഉത്തരം എക്കൽ മണ്ണ്. ZBNF എന്ന കൃഷിരീതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: ഫുക്കുവോക്ക, സുഭാഷ് പാലേക്കർ, ചെറുവയൽ രാമൻ, EK ജാനകി. ശരിയായ ഉത്തരം സുഭാഷ് പാലേക്കർ. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ഓപ്ഷൻസ്: പുഷ്പകൃഷി ഫ്ലോറികൾച്ചർ, മുയൽ വളർത്തൽ ക്യൂണികൾച്ചർ, മത്സ്യകൃഷി സെറികൾച്ചർ, തേനീച്ച വളർത്തൽ എപ്പികൾച്ചർ. ശരിയായ ഉത്തരം മത്സ്യകൃഷി സെറികൾച്ചർ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ്: കണ്ണാടി, സ്റ്റീൽ പ്ലേറ്റ്, ജനൽ ചില്ല്, ഓട്. ശരിയായ ഉത്തരം ജനൽ ചില്ല്. കൃത്രിമ പരാഗണത്തിന് അനുയോജ്യമായ സമയം ഏത്? ഓപ്ഷൻസ്: പൂവ് വിരിഞ്ഞ ഉടൻ, പൂവ് നന്നായി വിരിഞ്ഞ ശേഷം, പൂവ് വാടാൻ തുടങ്ങുമ്പോൾ. ഏത് സമയത്തും നടത്താം. ശരിയായ ഉത്തരം പൂവ് വിരിഞ്ഞ ഉടൻ. കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ്: മലനാട്, ഇടനാട്, തിടനാട്, തീരപ്രദേശം. ശരി ഉത്തരം തിടനാട്. ഏറ്റവും കൂടുതൽ വിള വൈവിധ്യം ഉള്ള പ്രദേശം. ഓപ്ഷൻസ്: മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇവയൊന്നുമല്ല. ശരി ഉത്തരം ഇടനാട്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻസ്: നവംബർ 1, ചിങ്ങം 1, മാർച്ച് 22, മീനം 22. ശരി ഉത്തരം ചിങ്ങം 1. ഏറ്റവും നല്ല വൈദ്യുത ചാലകമാണ്? ഓപ്ഷൻസ്: അലുമിനിയം, ഇരുമ്പ്, ചെമ്പ്, വെള്ളി. ശരി ഉത്തരം വെള്ളി. മലനാട്ടിലെ പ്രധാന കാർഷിക വിള ഏത്? ഓപ്ഷൻസ്: നെല്ല്, പച്ചക്കറി, തെങ്ങ്, കുരുമുളക്. ശരിയായ ഉത്തരം കുരുമുളക്. ഹൈഡ്രോപോണിക്സ് കൃഷിരീതി എന്താണ്? ഓപ്ഷൻസ്: മണ്ണിൽ കൃഷി, വെള്ളത്തിൽ കൃഷി, വായുവിൽ കൃഷി, ഓട്ടോമേറ്റഡ് കൃഷി. ശരി ഉത്തരം വെള്ളത്തിൽ കൃഷി. മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് ഒരു ഡാഷ് ആണ്?
ഓപ്ഷൻസ് രാസവളമാണ്, രാസകീടനാശിനിയാണ്, ജൈവവളമാണ്, ജീവാണുവളമാണ്. ശരി ഉത്തരം രാസവളമാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ് മസനോബു ഫുക്കുവോക്ക, MS സ്വാമിനാഥൻ, കല്ലേൻ പൊക്കുടൻ, സുഭാഷ് പാലേക്കർ. ശരി ഉത്തരം MS സ്വാമിനാഥൻ. ചന്ദനമരം നടുമ്പോൾ അടുത്ത് മറ്റൊരു സസ്യം കൂടി നടാറുണ്ട്, കാരണം എന്താണ്? ഓപ്ഷൻസ് പിടിച്ചു കയറാൻ, താങ്ങി നിർത്താൻ, ജലവും ലവണവും വലിച്ചെടുക്കാൻ, ആഹാരം വലിച്ചെടുക്കാൻ. ശരി ഉത്തരം ജലവും ലവണവും വലിച്ചെടുക്കാൻ. സ്കൂളുകളിൽ നടത്തുന്ന വിവിധ എക്സാമുകളുടെ ക്വിസ് വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.